അഞ്ചലിൽ ഗുണ്ടാസംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി. അഗസ്ത്യക്കോട് പാറവിള സ്വദേശി ചന്ദ്രബോസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണം നടന്നത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. 2 കാറുകളിലായി എത്തിയ 10 അംഗ സംഘം വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടുസാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചന്ദ്രബോസിനെയും ഭാര്യ പ്രിയയെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ചന്ദ്രബോസിന്റെ മകനെ കൊല്ലുമെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ അക്രമികൾ മുറികളിൽ കയറി തന്റെ മകനു വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കിട്ടാതെ വന്നപ്പോഴാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് ചന്ദ്രബോസ് പറഞ്ഞു. വൈഫും കൂടെ ഒരു 10 മണിക്ക് ശേഷം വീട്ടിനകത്തിരിക്കുകയായിരുന്നു, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ടിലെ കതവ് കുറ്റിയിട്ടിരുന്നില്ല, ചാരിയിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ബഹളം. അപ്പം ഞാൻ വിചാരിച്ച് കരാളുകാർ വരുവാണെന്ന്. അപ്പോൾ അവരിവിടെ ബഹളം വെച്ചിട്ട് നേരെ അടുത്ത വീട്ടിൽ ചെന്ന് എൻ്റെ മോൻ്റെ പേര് ചോദിച്ചിട്ട് ജോജിയുടെ വീട് ഏതാണെന്ന് അവരടുത്ത് ചോദിച്ചു. അവർ വീട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നേരെ പാഞ്ഞിങ്ങോട്ട് വരിക. ഞാൻ അന്നേരം വിചാരിക്കുന്ന കരോളുകാരാണ്. വന്ന് ജോജി അന്നേരം വേണം എന്താ അവൻ പറയാ, ഞാൻ വല്ലൂര് ഷിബുവിൻ്റെ മോനാണ്, നോക്കിക്കോ, ജോജിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ വെള്ള പുതപ്പിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ട് തരുമെന്ന്. വീടിനകത്ത് കയറി മൊത്തം നശിപ്പിച്ച്. ഞാൻ എൻ്റെ വീടിൻ്റെ പെയിൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെയിൻ്റൊക്കെ മേടിച്ച് വെച്ചിരുന്ന എല്ലാം അവരുടെ അടുത്ത് തറയിൽ തട്ടി. പിന്നെ കസേരകൾ ടീപ്പോ എല്ലാം അടിച്ച് ഉടച്ച്, കാറിൻ്റെ ഒരു ഭാഗം ചവിട്ടി ഇതാക്കി, ഗേറ്റ്, പിന്നെ വീടിൻ്റെ മേളിൽ ചെന്ന് സാധനങ്ങളെല്ലാം വലിച്ച് നിലത്തിട്ടു. എല്ലാ റൂമിലും അവർ കയറി ജോജിയെ വേണമെന്നും പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആഘോഷ പരിപാടിയിൽ നടന്ന വാക്ക് തർക്കമാണ് അക്രമത്തിന് കാരണമെന്നാണ് പറയുന്നത്. സംഭവത്തിൽ ചന്ദ്രബോസ് അഞ്ചൽ പോലീസിൽ പരാതി നൽകി. അക്രമത്തിൽ പരിക്കേറ്റ ചന്ദ്രബോസിന്റെ ഭാര്യ പ്രിയ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.